I'll let you say. Okay, tell me about how you came into e-commerce and how you are helping your clients at the moment. Okay, so how I came into e-commerce, you have got a big part of it. I mean, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു നമ്മൾ വെബ്സൈറ്റിലൂടെ ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങാറുണ്ട്. അതായത് വെബ്സൈറ്റിലൂടെ സെയിൽസ് 3.5 വർഷം മുമ്പ് വരെ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് എന്നുള്ളത്. സ്വന്തം വെബ്സൈറ്റിൽ ഐ ന്യൂ. സോ സ്വന്തം വെബ്സൈറ്റിലൂടെ ഒരാൾ ഇങ്ങനെ വാങ്ങാറുണ്ട് എന്നുള്ള പ്രോസസ് ഐ നെവർ ന്യൂ. അപ്പം എനിക്ക് അന്നുണ്ടായ ഒരു വെരി ഇമ്പോർട്ടന്റ് ക്ലയന്റ് നമുക്ക് സോഷ്യൽ മീഡിയക്ക് വന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എന്നോട് പറയാണ് വി നീഡ് ടു ഗെറ്റ് സം മണി ഫ്രം സ്നാപ്ഡീലൊക്കെ അന്ന് കുറച്ച് ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ സ്നാപ്ഡീലിൽ ഞാൻ അതിനു വേണ്ടി ഒരു ഇ-കൊമേഴ്സിന്റെ ഒരാളെ ഹയർ ചെയ്തു, മാർക്കറ്റ് പ്ലേസിന്റെ ആള്. എന്നിട്ട് സ്നാപ്ഡീലിൽ കുറച്ച് റവന്യൂ കൊണ്ടുവന്നു. പെട്ടെന്ന് എന്നോട് ഒരു ദിവസം പറയാണ് അടുത്ത മാസം ആകുമ്പോൾ 2.5 lakh ഈ വെബ്സൈറ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ലേ, യുവർ ജോബ് ഇസ് ഡൺ. സ്നാപ്ഡീലിനുണ്ടായിരുന്നോ? വെബ്സൈറ്റ് സ്വന്തം വെബ്സൈറ്റ് ഒന്ന് കൊണ്ടുവരണം, ഇത് പറ്റുന്നില്ലെങ്കിൽ we are going to wind up this. So അന്ന് ബ്ലൂ ടൈഗർ ആയിരുന്നു നമ്മുടെ ക്ലയന്റ്. അപ്പം അന്ന് എനിക്ക് രണ്ടാമത്തെ ക്ലയന്റ് ആയിരുന്നു ബ്ലൂ ടൈഗർ. സോ ബ്ലൂ ടൈഗർ കംസ് ഫ്രം VKC, റൈറ്റ്? അപ്പം ഈ നമ്മൾ ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് എവിടെ നിന്നൊക്കെ ഐ ബിലീവ് ബ്രാൻഡ് കടം എടുക്കാൻ പറ്റും, അവിടെ നിന്നൊക്കെ കടം എടുക്കണം എന്നുള്ളതാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പം ഈ ബ്രാൻഡ് കടം എടുക്കാൻ ഞാൻ അന്ന് പിച്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാ VKCന്റെ അപ്പാരൽ ബ്രാൻഡായ ബ്ലൂ ടൈഗർ ഞങ്ങളാണ് കൺസൾട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ബോംബിടും. അപ്പൊ പിന്നെ ബ്രാൻഡ് ക്രെഡിബിലിറ്റി ബോംബ്സ് എന്നൊക്കെ പറയും ഞാൻ. അപ്പൊ ഓരോ ബോംബിട്ടിട്ടായിരിക്കണം നമ്മൾ തുടങ്ങുന്നത്. സോ ദേ ട്രസ്റ്റ് us. അപ്പം ബ്ലൂ ടൈഗർ എനിക്ക് വന്നത് എന്നെ ഫോളോ ചെയ്യുന്ന വേറൊരാളുണ്ട്, അവര് നന്നായിട്ട് എന്റെ ആക്ടിവിറ്റി ഒക്കെ കണ്ടിട്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെയാണ് ബ്ലൂ ടൈഗർ കമ്മിങ്. കറക്റ്റ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഐ കനോട്ട് ലൂസ് ദിസ് ക്ലൈന്റ് ഫോർ എനി മാറ്റർ. അതായത് എനിക്ക് ഈ ക്ലൈന്റ് വെച്ചിട്ടാണ് എന്റെ ഹോൾ എംപയർ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പം എനിക്കറിയൂല ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഐ ഡു നോട്ട് ഹാവ് എനി ഐഡിയ. സോ ഐ തിങ്ക് ആ സമയത്ത് ദേ യൂസ് ടു പേ മീ അറൌണ്ട് 27,400 rupees മന്ത്ലി. അപ്പം ആ സമയത്ത് എനിക്ക് ഇതെങ്ങനെയെങ്കിലും ഐ ഹാവ് ടു ബ്രിങ് ദം റിസൾട്ട്സ്. ഞാൻ ഒരുപാട് കൺസൾട്ടൻസിനെ കോണ്ടാക്ട് ചെയ്തു. അവര് തരുന്നതിനേക്കാൾ ഡബിൾ അങ്ങോട്ടേക്ക് ഓഫർ ചെയ്തിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു. ബിക്കോസ് ഫോർ മീ ആ സമയത്ത് മണി അല്ലായിരുന്നു, പോർട്ട്ഫോളിയോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഐ ബിലീവ് റൈറ്റ് നൗ ഓൾസോ. സോ ഒരുപാട് ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, സംഭവം ഒന്നും വർക്ക് ആയിട്ടില്ല. അങ്ങനെ ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് 20th ആയി 10 more days. സോ ഐ സ്റ്റിൽ റിമെമ്പർ ദിസ് തിങ്. ഓക്കെ, എന്റെ മാർക്കറ്റ് പ്ലേസ് ഹെഡ് പറഞ്ഞു, ഹാരിസ്, ഐ തിങ്ക് വി ഹാവ് ടു ഗിവ് അപ്പ്. We are not able to do this. We are losing this client. Appo I was typing to her that no, Namita, we're not going to do this. നമ്മൾ 31st വരെ ഉണ്ടെങ്കിൽ 31st വരെ വിൽ ട്രൈ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ദിസ്, ഇറ്റ്സ് ഓക്കെ. കാരണം ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് വി ആർ ഓൾസോ ലേണിംഗ്. ഡെഫിനറ്റ്ലി എവറി പോയിന്റ് ഓഫ് ടൈം ഇറ്റ് ഈസ് എപ്പോഴും ലേണിംഗ് ആണ്. അപ്പം പക്ഷെ ട്രൈ ചെയ്യാണ്ട് നമ്മൾ അത് ഇതാക്കി എന്നുള്ളത് എനിക്ക് വേണ്ട. ഐ ഡു നോട്ട് വോണ്ട് സംതിങ്. പിന്നെ ട്രൈ ചെയ്യാൻ ഒരു ക്ലയന്റ് നമുക്ക് പൈസ തരാൻ അതാണ്. സോ വി ഷുഡ് ആക്ച്വലി മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അറ്റ്ലീസ്റ്റ് വി ലേൺ ഫ്രം ഇറ്റ്. അപ്പം ഞാൻ അന്ന് നമ്മൾ കുറച്ചിങ്ങനെ ആഡൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായി, റിസൾട്ടും ഉണ്ടായി. പക്ഷെ പ്രശ്നം ഉണ്ടായ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നമ്മളിത് ഫസ്റ്റ് ടൈം ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ 200-300 rupees ആണ് നമ്മൾ ചെയ്യുക ആഡ് സ്പെൻഡ്. അതിന്റെ അപ്പുറത്ത് നമുക്ക് പെർ ഡേ നമ്മളെ കൺവിൻസ് ചെയ്യണോ ഒരു 1000 രൂപ 2000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് റിസൾട്ട് ഇല്ല എന്നുള്ളത്. അപ്പൊ ആ സമയത്താണ് കെയർ ക്യൂറിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കെയർ ഇ-കൊമേഴ്സിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം. അപ്പൊ ആ സമയത്താണ് ഞാൻ ചിന്തിച്ചത്, എനിക്ക് പിന്നെ ഒരാളും ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് എങ്ങനെ ഇ-കൊമേഴ്സിൽ റിസൾട്ട് കൊണ്ടുവരാൻ ആരും ധൈര്യപ്പെടൂല. നോർമലി നമുക്ക് അറിയൂല എന്ന് ക്ലയന്റിന് ഒരിക്കലും കാണിക്കാൻ പാടില്ലല്ലോ. പക്ഷെ സംവെയർ മൈ ഗട്ട് ഫീലിംഗ് സേസ് ദാറ്റ് നമുക്ക് എന്തായാലും ഒരു ക്ലയന്റ് പോവും. നമുക്കൊരു അറ്റംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ അറ്റ് ദി എൻഡ് ഓഫ് ദ ക്ലയന്റ് ചിലപ്പോൾ പോവായിരിക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കാരണം നമ്മൾ അന്ന് അത്ര ആപ്പ് ബിൽഡ് ചെയ്തിട്ടില്ല. വി ആർ ഓൺലി മീറ്റിംഗ്സ്. ചോദിച്ചു നോക്കാന്ന് വെച്ചിട്ടാണ് അന്ന് ഫസ്റ്റ് മീറ്റിംഗ്. എന്താണ് അപ്പം ഷ്യാം പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഇത് സിമ്പിളാണ്, ഇതൊന്നുമില്ല, നിങ്ങൾ ഫണ്ട് കൂട്ടിയാൽ മതി, ബാക്കിയൊക്കെ കറക്റ്റാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി ഫണ്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്റെ കയ്യിൽ തരും, ഡോണ്ട് വറി.
അങ്ങനെ ഞാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റണില്ല. യു ടോൾഡ് ദാറ്റ്. അതായത് ഫണ്ട് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളും, ഡോണ്ട് വറി, യു സ്പെൻഡ്. കാരണം ഇതില് ഞാൻ ആഡ് അക്കൗണ്ട് ഒക്കെ നോക്കി, ഇതിലും പ്രശ്നങ്ങളൊന്നുമില്ല, യു ഡൂയിങ് ഗുഡ്. നിങ്ങൾക്ക് അന്ന് ഒരു 2.5 ROAS ഉണ്ട്. അപ്പം നമ്മള് 1000 ചെയ്യുമ്പോഴേക്ക് 2000 കിട്ടുന്നത് അല്ലെങ്കിൽ 3000 കിട്ടുന്നത് നോർമലാണ്. അതൊന്നും നമുക്ക് അറിയുക. ആ ധൈര്യത്തിന്റെ മുകളിൽ നമ്മൾ ആ 10 ദിവസം സ്പെൻഡ് ചെയ്തു. ആൻഡ് വി സംവെയർ ഹിറ്റ് ദാറ്റ് ടാർഗറ്റ്. അതാണ് എന്റെ ഇ-കൊമേഴ്സിന്റെ സ്റ്റാർട്ട്. അന്ന് നമുക്ക് ഈ ഷോപ്പിഫൈയില് ഒരു ഇത് കിട്ടുമല്ലോ, ക്രിങ് ഓർഡർ കിട്ടുമ്പോ ഡോപ്പമൈൻ. അയ്യോ, അതെനിക്ക് ഇപ്പോഴും ഗൂസ് ബംസ് വരുന്നേ. അന്ന് നമ്മൾ ഒരു ദിവസം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ടിന് വേണ്ടി ക്രേവ് ചെയ്യാ. കറക്റ്റ്. ഫസ്റ്റ് ഡോപ്പമൈനൊക്കെ ആ സൗണ്ട് വെച്ചാൽ അയ്യോ ഇന്ന് സൗണ്ട് പോരല്ലോ, ഇത് വന്നിട്ട് ഇതെന്താ സൗണ്ട് വരാത്തെ, ഇങ്ങനെ ക്രേവ് ചെയ്യാണ്. കാരണം ദിസ് ഫീൽസ് വെരി അമേസിംഗ് ദാറ്റ് യു ആർ ഏബിൾ ടു ഗിവ് സെയിൽസ് ഫ്രം എ വെബ്സൈറ്റ് ടു എ ക്ലയന്റ് എന്നുള്ളത്. ROI കാണിച്ചു കൊടുക്കാൻ. അത് നമുക്ക്, എനിക്ക് ഇന്നും ഞാൻ വൈഫിനോട് പറയാറുണ്ട്, ചിലപ്പോ അത് കോൺട്രവേഴ്സി ആയിരിക്കും, എനിക്ക് ഈ ക്ലയന്റിന് എന്തെങ്കിലും റിസൾട്ട് കൊടുത്തിട്ട് ക്ലയന്റിന് അപ്രീഷിയേറ്റ് കിട്ടുന്നില്ല, അതിനേക്കാളും വലിയ ഒരു ഡോപ്പമൈൻ റഷ് ഇന്ന് കിട്ടുന്നില്ല വേറെ ഒന്നില്ല എന്നുള്ളത്. കറക്റ്റ്. അപ്പം പിന്നെ അതാണ് എന്റെ ഇ-കൊമേഴ്സ് ജേർണി സ്റ്റാർട്ട്. അന്ന് എനിക്ക് അത് പറഞ്ഞപ്പോ പറയാം, ഞാൻ ഒരു കാലത്ത് ഐ ആൾസോ ഹാഡ് ദ സെയിം കൈൻഡ് ഓഫ് ഡോപ്പമൈൻ റഷ്. ഇത് ടിങ് ടിങ് ഒരു ശബ്ദം, ഒരു പ്രത്യേക, എനിക്കൊന്ന് they spent some money and did that sound. ഞാൻ അവസാനം അത് സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ എക്സൈറ്റഡ് ആവും, ഇത് ഓരോ പ്രാവശ്യം ഇങ്ങനെ അടിക്കാമോ. ഒരു പോയിന്റ് എത്തുമ്പോ ഇപ്പം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. കാരണം ഇത് തന്നെ നമുക്ക് അതിലേക്ക് ഇടക്കിടക്ക് ഫോൺ ചെക്ക് ഇടക്കിടക്ക് ചെക്ക് ചെയ്യുന്ന പോലെയാണ്. ബട്ട് അതാണ് എന്റെ ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് ഏറ്റവും, ബാക്കി എന്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് ആയത് ഇ-കൊമേഴ്സ് ആണ്. ഫോർ വൺ റീസൺ, വേർ ദ റവന്യൂ നമ്മളെ മുമ്പിൽ വിസിബിൾ ആണ്. ഇപ്പൊ ബാക്കി എല്ലാത്തിലും റവന്യൂ ഇസ് നോട്ട് വിസിബിൾ ആസ് സച്ച്. സോ റവന്യൂ ഇസ് വിസിബിൾ ഇൻ ഫ്രണ്ട് ഓഫ് us. സോ ദാറ്റ്സ് ദ സോൾ റീസൺ നമ്മള് നൗ വി നീഡ് മോർ ക്ലയൻറ്റ്സ്. അപ്പൊ നമ്മളതിൽ പോർട്ട്ഫോളിയോ കുറവാണ്. സോ ആ സമയത്താണ് നമ്മൾ റവന്യൂ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് വി സ്റ്റാർട്ടഡ് ക്ലയന്റിന്റെ കൂടെ റവന്യൂ ഷെയർ മോഡലിൽ നമ്മൾ വർക്ക് ചെയ്യും. സോ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത് ദ ക്ലയന്റ് ആൻഡ് us. അത് ആ മോഡലിൽ വി ക്ലോസ് സം ക്ലയന്റ്, വി വർ ഏബിൾ ടു ബ്രിങ് സം പോർട്ട്ഫോളിയോ. So that is the start of e-commerce. But e-commerce happened, Blue Tiger happened because I have built a personal brand. ചെറിയ personal brand ആണ്. Right. But ആ ഇൻസ്റ്റാഗ്രാമിന് വന്നു, പിന്നെയാണ് e-commerceലേക്ക് എത്തിയത്. So my journey has all changed because I built personal brand.